ഇപ്പൊ ലാൽ സാർ പറഞ്ഞ അതേ കാര്യം തന്നെ. ഇതിന്റെ എല്ലാം റീസൺ ഈ ഒരു ഫാമിലിയെ കുറുക്കി പിടിക്കുന്നത്. ഇപ്പം ഹിന്ദുത്വം എന്നുള്ള രീതിയിൽ ചിന്തിക്കാമെങ്കിൽ ആ വീട്ടമ്മയാണ് ഒരു കുടുംബത്തിന്റെ ശക്തി. സാറ് പറഞ്ഞു അച്ഛനെ കിട്ടാറില്ല, അമ്മ അത് കോമ്പൻസേറ്റ് ചെയ്തു. അപ്പോൾ അതേപോലെ എല്ലാ കുടുംബങ്ങളിലും ഈ പറഞ്ഞ പ്രവൃത്തി അല്ലെങ്കിൽ ആ ഒരു മണ്ഡലത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു എഞ്ചിനായിരുന്ന ഒരു പുരുഷൻ അത് മാറി ഇന്ന് എല്ലായിടത്തും എഞ്ചിനായിരിക്കുന്നത്. ഇപ്പം സാറ് പറഞ്ഞതിന് ഞാൻ ഒരിക്കൽ കൂടെ റീട്രേറ്റ് ചെയ്യാണ്. പണ്ട് സർജറി എന്ന് പറയുന്നത് വാസ് എ ഡൊമൈൻ ഓഫ് മെയിൽ ബാസ്റ്റിയൻസ്. പഴയ വലിയ ആശാന്മാരെല്ലാം ആണുങ്ങളായിരുന്നു. ഇന്നിപ്പോൾ ഇവിടെ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് ജോയിൻ ചെയ്തിരിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ 80% പെൺകുട്ടികളാണ്. പറഞ്ഞാൽ വിശ്വസിക്കുമോ? ഇനി ഭാവിയിൽ വരാൻ പോകുന്ന ശസ്ത്രക്രിയ ചെയ്യുന്ന ആൾക്കാരും അവരാകുന്നു. നല്ല കാര്യമാണ്. ഇറ്റ്സ് എ വെരി പോസിറ്റീവ് മൂവ്മെന്റ് ടുവേർഡ്സ് ബെറ്റർ. അപ്പം നമ്മളുടെ എല്ലാവരുടെയും ഈ അനുഭവം എന്ന് പറയുന്നത് പെൺകുട്ടികൾ മുമ്പോട്ട് വരുന്നു. അവര് ഇപ്പം എൻ്റെ ഓപ്പിൽ ആരെങ്കിലും വന്നാൽ തന്നെ സാറേ, ഞാൻ മനസ്സ് തുറന്ന് പറയാണ്, ഒരു 16-18 വയസ്സുള്ള ഒരാളിനെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അയാൾക്ക് വേണ്ടുന്ന ഡ്രില്ല് കൊടുക്കാറുണ്ട്. എവിടെ എത്താൻ പോകുന്നെന്ന് ചിന്തിക്കാറുണ്ട്. ഏതൊക്കെ തലങ്ങളിൽ ഒരു പെൺകുട്ടിയെ ഒറ്റയ്ക്കോ പുരുഷനെ ഒറ്റയ്ക്കോ കിട്ടിക്കഴിഞ്ഞാൽ അവരെങ്ങോട്ട് പോകാൻ പോകുന്നു, എന്നെ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപയോഗം ഉണ്ടാകുന്നെങ്കിൽ അത് അർപ്പിക്കാൻ എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ തയ്യാറാണ് എന്നുള്ള രീതിയിൽ ഗൈഡൻസ് കൊടുക്കാൻ പറ്റാറുണ്ട്. ഇപ്പോൾ പലപ്പോഴും പറഞ്ഞ് അവസാനം പട്ടാളത്തിൽ തന്നെ എത്തുന്ന പോലെ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ അനുജനോ അല്ലെങ്കിൽ പല എൻ്റെ സുഹൃത്തുക്കളോ ഒക്കെ ഓരോ തലങ്ങളിലുണ്ട്. അപ്പോൾ ഒരിടത്ത് ചെന്ന് ഒരാളിന് റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞൊരു പരിപാടി ഇല്ലെങ്കിൽ പോലും ഒരാളിന് അർഹമായ ഒരു പരിഗണന അത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന പല വേദികളും ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഗൈഡൻസ് എന്നുള്ളത് നമ്മളുടെ ഒരു രീതിയായി മാറുന്നു. അപ്പം എൻ്റെ ഒരു കാഴ്ചപ്പാട് അങ്ങനെ. അപ്പോൾ ഇവിടെ 2 വാക്ക് എന്ന് സാറ് പറഞ്ഞെങ്കിലും ഞാനപ്പം എനിക്ക് പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ, ഇപ്പോൾ സാറ് പറഞ്ഞു ഞങ്ങളൊക്കെ കൗണ്ട് ഡൗണിലാണെന്ന്. അങ്ങനെ ആരും കൗണ്ട് ഡൗണിലല്ല സാർ ഇന്നത്തെ കാലഘട്ടത്തിൽ. ഇന്ന് ഏജ് എന്ന് പറയുന്ന ഒരു ക്രൈറ്റീരിയനെ അല്ല. ഇപ്പം ഇതൊരു വേദി പറയാൻ സ്യൂട്ടബിൾ ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ആശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ഇന്ന് നേരത്തെ ഈ പറഞ്ഞ വേറൊരു ലോകത്തേക്ക് വിളിക്കുന്നതിൻ്റെ മെയിൻ റീസൺ നമ്മളുടെയൊക്കെ വീക്ഷണമാണ്. സ്ട്രെസ്, അൺനെസസറി തോട്ട് അബൌട്ട് വൺ സെൽഫ്. അപ്പം നമ്മൾ ഈ ലോകത്തേക്ക് വന്ന ഒന്നും കൊണ്ടല്ലല്ലോ, തിരിച്ചു പോകുന്ന ഒന്നും കൊണ്ടല്ല. അപ്പോൾ കിട്ടുന്ന ഈ നിമിഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിക്കാനും കളിക്കാനും ഉല്ലസിക്കാനും കളിയാക്കാനും അത് സന്തോഷത്തോടു കൂടി സ്വീകരിക്കാനും ആ ഒരു അർപ്പണം നമുക്ക് കിട്ടുകയാണെങ്കിൽ അതിൽ കൂടുതൽ വേറെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ആ നിമിഷങ്ങൾ, ഇപ്പോൾ ഒരു ഡ്രാമ തുടങ്ങുന്നു, ആ ഡ്രാമ എൻഡ് ചെയ്തേ പറ്റൂ. ഇറ്റ് ഹാസ് ടു, അല്ലേ? അല്ലാതെ ഡ്രാമ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നു, അല്ലെങ്കിൽ ഇപ്പം എൻ്റെ സംസാരം തന്നെ മുമ്പോട്ട് ഇങ്ങനെ ഇൻഡെഫിനിറ്റ് ആയിട്ട് പോയാൽ ഹലോ ഒന്ന് നിർത്താമോ എന്ന് സാരെങ്കിലും ചോദിച്ചു പോകും. അതേപോലെ തന്നെയാണ് ഒരു ജീവിതവും. അപ്പം നമ്മൾ ബാറ്റ് ആൻഡ് ഹാൻഡ് ഓവർ ചെയ്യുന്നതല്ലാതെ ഈ അനാരോഗ്യം എന്ന് പറയുന്നത് ഇന്ന് ബാധിക്കുന്നത് കൂടുതലും, ഞാൻ ഇന്നും ഓപ്പിലിരുന്ന ഒരു മിനിമം 2 രോഗികളെങ്കിലും ഇത് പെർസ്വേഡ് ചെയ്ത് മാറ്റാൻ ശ്രമിച്ചതാണ്. ഇറ്റ് ഈസ് അവർ നമ്മുടെ വീക്ഷണമാണ്. നമ്മുടെ അച്ഛനമ്മമാരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പം സാറോ അല്ലെങ്കിൽ ആ ജനറേഷനെക്കാളും ഗതികേടാണ് ഞങ്ങളുടെ ജനറേഷൻ. അൺനെസസറിലി കൺസേൺഡ് അബൌട്ട് ദ ലോഞ്ചിവിറ്റി ഓഫ് ലൈഫ്, എക്സിസ്റ്റൻസ് ഓഫ് ലൈഫ്, ഈ പറഞ്ഞ ഡിസീസ് ഫ്രീ, അതൊക്കെ നമ്മൾ വേണ്ടാത്ത വിശകലനങ്ങളിലേക്ക് പോകുന്നു എന്ന് എൻ്റെ ഒരു ചിന്തയുണ്ട്. അപ്പം നമ്മൾക്ക് ഇന്നലെ ഉണ്ടായിരുന്ന ഒരു ഹാപ്പി ഗോയിങ് അത് തിരിച്ചെത്താൻ ഇങ്ങനെയുള്ള സർക്കിളും ആ കൂട്ടായ്മയും 100% ഉപകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയുള്ളൊരു വേദി വരാൻ കഴിഞ്ഞത് എനിക്കൊരു അനുഗ്രഹമായി ഞാൻ കാണുന്നു. അപ്പോൾ അതിനെ ഒന്നുകൂടെ സ്ട്രെസ്ഫുള്ളായി സാറൊക്കെ എടുക്കുന്ന എഫേർട്ടിനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണുന്നുണ്ട്. ഇറ്റ് ഈസ് അൺബിലീവബിൾ. ഈവൻ അറ്റ് ദിസ് സ്റ്റേജ് he is just bent upon taking it further. സാറ് മാത്രമല്ല, എല്ലാവരും. ഇതിനകത്തൊരു പാസീവ് ലിസണർ ആണെങ്കിലും ഡെയിലി ഞാനിതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ നോക്കാറുണ്ട് സാർ. സാറിനെ പലപ്പോഴും ഒക്കെ വിളിക്കാറുമുണ്ട്. അപ്പോൾ ഇതിങ്ങനെ തന്നെ മുമ്പോട്ട് പോട്ടെ. ഇതിങ്ങനെ ഞാൻ മാവേലിയൊന്നും അല്ല സാറേ, ഈ ഗതികേട് കൊണ്ട് ഇങ്ങനെ വന്നു പോയതാണ്. അല്ലാതെ ഏത് സമയവും ഇപ്പം എനിക്കൊരു വാട്സപ്പ് മെസ്സേജോ എന്തെങ്കിലും ഇടുകയാണെങ്കിൽ ഒരു ഡോക്ടർ എന്നുള്ള രീതിയിൽ പലപ്പോഴും ഹെൽത്ത് കൺസേൺ ആണ് എനിക്ക് ഒരു സഹായം ചെയ്യേണ്ടി വരിക. ഐ ആം ഹോൾഹാർട്ടഡ്ലി വില്ലിംഗ് ടു ഗോ ഫോർ എനി എക്സ്റ്റെൻഡ് ഓഫ് സർവീസ്. അത് ഞാൻ ഒന്നുകൂടെ റീട്രേറ്റ് ചെയ്യാനും കൂടെ ആശിക്കുന്നു. എനിവേ ഇവിടെ വന്ന് 2 വാക്ക് പറയാൻ കഴിഞ്ഞതിലും ഇവിടെ ഒരു സ്ഥാനം കിട്ടിയതിലും ഞാനും കൃതാർത്ഥനാണ്. ഞാൻ എല്ലാവരുടെ മുമ്പിൽ ഒന്നുകൂടെ കൈകൊടുക്കും.